മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു 105 മരണസംഖ്യ 105 എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സ്ഥിരീകരിക്കുന്ന വിവരമായിട്ട് അത് വരികയല്ല. 105 പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത്. 169 ഇന്ത്യൻ യാത്രക്കാരും 52 ബ്രിട്ടീഷ് യാത്രികരും 7 പോർച്ചുഗീസ് പൗരന്മാരുമാണ് ഉണ്ടായിരുന്നത്. 105 പേർ മരിച്ചെന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ ദുരന്തമാണ്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ ദിവസമാണ്. ടേക്ക് ഓഫ് ചെയ്ത 5-ാം മിനിറ്റിൽ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എയർ ഇന്ത്യയുടെ AI-171 എന്ന അഹമ്മദാബാദ് ലണ്ടൻ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് 5-ാമത്തെ മിനിറ്റിൽ അഹമ്മദാബാദിന് തൊട്ടടുത്ത മെഖാനി എന്ന ജനവാസ മേഖലയിൽ തകർന്നു വീണിരിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകർക്ക് ഈ വാർത്താ പകൽ സമ്മാനിക്കാനുള്ളത്. 5 മിനിറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 5 മിനിറ്റിനുള്ളിലാണ് വിമാനം മെഖാനി എന്ന് പറയുന്ന ഒരു ജനവാസ മേഖലയിലേക്ക് തകർന്നു വീണത്. 1:38 ഒരു കോൾ വരുന്നു. 1:39 ആകുമ്പോഴേക്കും DGCയുടെ കോളിലേക്ക് ഈ സിവിൽ ഏവിയേഷന്റെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. പക്ഷേ എന്താണ് കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അഹമ്മദാബാദിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന് 5 മിനിറ്റിനുള്ളിലാണ് എയർപോർട്ടിന് തൊട്ടടുത്ത് മെഖാനി എന്ന് പറയുന്ന ജനവാസ മേഖലയിൽ 142 ആളുകളുമായി യാത്ര ചെയ്തിരുന്ന എയർ ഇന്ത്യയുടെ 171 എന്ന അഹമ്മദാബാദ് ലണ്ടൻ വിമാനം തകർന്നു വീണത്. 130 യാത്രക്കാർ, 12 ക്രൂ മെമ്പേഴ്സ്. ഇതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതിൽ 169 യാത്രക്കാരും ഇന്ത്യക്കാരാണ് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇപ്പോൾ 105 പേർ മരിച്ചു എന്ന് ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിമാനത്തിൽ ഏകദേശം 9 മണിക്കൂർ 50 മിനിറ്റ് സമയമെടുക്കും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നെത്താൻ. ഇന്ന് ഇന്ത്യൻ സമയം 1:30 പറന്നുയരുന്ന വിമാനം ഇന്ന് രാത്രിയോടുകൂടി ഇന്ത്യൻ സമയം ഒരുപക്ഷെ രാത്രി 11 മണിയോടുകൂടിയാണ് അഹമ്മദാബാദിൽ എത്തിച്ചേരേണ്ടത്, ലണ്ടനിൽ എത്തിച്ചേരേണ്ടത്. ആ യാത്രയ്ക്ക് വേണ്ടുന്ന ഇന്ധനവും ഉണ്ടായിരുന്നു. അപ്പോൾ ദീർഘയാത്രയ്ക്ക് വേണ്ടുന്ന പൂർണ്ണമായിട്ട് ഇന്ധനം നിറച്ച വിമാനം കൂടിയാണ്